everyone, so നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ഇതിൽ കൂടുതൽ നമ്മൾ ഇൻസൈഡുള്ള മോട്ടീവ്സ് കുറച്ചിട്ട് ഔട്ട്സൈഡുള്ള അതായത് വലിയ വലിയ ഫ്രെയിംസ് വലിയ വലിയ മോട്ടീവുകൾ ഔട്ട്സൈഡ് ഫ്രെയിമായിട്ട് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ ഫസ്റ്റ് കോമ്പസ് എടുത്തിട്ടുണ്ട്, പിന്നെ 3 കളേഴ്സ് ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മാർക്കേഴ്സും ജെൽ പെന്നും ഇത്രയും ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു സർക്കിൾ വരയ്ക്കും. ഇതാണ് മീഡിയം സൈസിലുള്ള ഒരു സർക്കിൾ ഞാൻ വരച്ചത്. ഇനി അതിൻ്റെ ഉള്ളിൽ എഗെയിൻ ഒരു സർക്കിൾ വരച്ചു, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിളുണ്ട് ഇവിടെ, പിന്നെ ഏറ്റവും അകത്ത് ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ടൈനി സർക്കിൾ. ഓൾറൈറ്റ്, നമ്മൾ ആദ്യം ഇതിലേക്കുള്ളത് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഇങ്ങനെ 4 വരയിട്ടിട്ട് 4 സൈഡിലോട്ടും ഒരു നമുക്ക് വേണ്ട ഒരു ഇതിലേക്ക് ലൈൻ വരച്ചിട്ട് ഇനി നമ്മളതിൻ്റെ ബാക്കിയുള്ളത് സെറ്റ് ചെയ്യണം. ബാക്കിയുള്ളത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ഇവിടെ വെച്ചു ഒരു ഹാഫിനെക്കാട്ടും കൂടുതൽ എടുത്തിട്ട് ഇത്രയും ഉള്ള മെഷർമെൻ്റ് എടുത്തു. ഇതേപോലെ ഹാഫിനെക്കാട്ടും കുറച്ച് കൂടുതലുള്ള മെഷർമെൻ്റ് എടുത്തു. എന്നിട്ട് ഞാനൊരു ലൈൻ വരച്ചു. ഇതേ തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ട് എന്നിട്ട് മോർ ദാൻ ഹാഫ്, രണ്ടവിടെയും മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ഒരു ഇൻ്റർസെക്റ്റിംഗ് ലൈന് വരച്ചു. സെയിം ഇവിടെ അതുപോലെ മോർ ദാൻ ഹാഫ് എടുത്തു, ഒരു ലൈൻ കൊടുത്തു. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ലൈൻ എടുത്തിട്ടുണ്ടല്ലോ, അവിടെ തന്നെ വെച്ചിട്ട് അടുത്തത് വരച്ചു. അങ്ങനെ നമ്മുടെ ഇത് സെറ്റ് ചെയ്യാണ്. അടുത്ത 4 നമുക്ക് ടോട്ടൽ 8 ലൈൻസാണ് വേണ്ടത്. അപ്പോൾ ആ 8 ലൈൻസ് എവിടെയൊക്കെ വരും എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനാണ് നാല് ഭാഗമായിട്ടുണ്ട്. ഇനി ഇതിനെ ജോയിൻ ചെയ്തിട്ടുള്ള ലൈൻസാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ 8 ലൈന് വരണം. ഞാൻ ഈ പോയിന്റിൽ നിന്ന് സെൻറ്ററിലേക്ക് കൊടുക്കുകയാണ്. സെൻറ്ററിൽ നിന്ന് എഗെയിൻ ഈ ഒരു പോയിന്റിൽ നമുക്കിപ്പോൾ 8 സെഗ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, 1 2 3 4 5 6 7 8 സെഗ്മെൻറ്റ്സ് കിട്ടി. നൗ ഇനി നമ്മൾ അടുത്തത് ഓരോരോ ലെയറായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടാണ് പോകണം. ഇനി നമ്മൾ ബ്ലാക്ക് കളർ പെൻസിൽ എടുത്തു. ഞാൻ ബ്ലാക്ക് കളർ പെൻസിൽ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇത് ഫുൾ ബ്ലാക്കാണ് കേട്ടോ. ഏറ്റവും ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാക്കാണ് വരുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന തീം ഒരു ഈവിൾ ഐ ചെയ്യില്ലേ, നമ്മൾ ഈ കണ്ണ് തട്ടാതൊക്കെ ഇരിക്കാൻ വേണ്ടി ഈവിൾ ഐയുടെ ബ്രേസ്ലെറ്റ്സും ചാംസും ഒക്കെ കൈകൊണ്ട് നടക്കുക. അപ്പോൾ ആ തീമിലുള്ള ഇതാണ്. ഇത് യൂഷ്വലി പറയുന്നത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഒരു ഈ നെഗറ്റീവ് എൻറ്റിറ്റി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തിനും നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സിമ്പിളാണ് ഈവിൾ ഐ എന്ന് പറയുന്നത്. നമുക്ക് ഈവൻ ഇമോജി ആയിട്ട് എല്ലാ കീപാഡിലും എല്ലാത്തിലും ഉള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ തീമിൽ ചെയ്യുന്ന മണ്ഡലയാണ് കേട്ടോ. നമ്മൾ ഇൻസൈഡ് നല്ല ജെറ്റ് ബ്ലാക്ക് കളർ കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ലെയർ ഈ ഒരു പെർട്ടിക്കുലർ ലെയറാണ്. അതിനും കൂടെ നമ്മൾ ലൈൻ കൊടുക്കുന്നുണ്ട്. ഔട്ട്ലൈൻ കൊടുത്തു. ഇനി അതിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന കളറ് ബ്ലൂ ആണ്. അപ്പോൾ ആ ബ്ലൂ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ അതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്മൾ ലൈൻസൊക്കെ ഒന്ന് കളയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ലൈൻസ് അവിടെ തന്നെ നിൽക്കും. നമ്മളവിടെ കളറ് കൊടുത്താലും ആ ലൈൻസ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഒരിത്തിരി ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തു. ഇനി ബ്ലൂ ആണ്.
ഞാൻ അതിന് ഇങ്ങനെ കളർ പെയിൻറ്റ് കൊടുക്കും. നമ്മൾ നെക്സ്റ്റ് ഇതും കൂടെ കൊടുത്തു. അപ്പോൾ അത് ബ്ലൂവും ഇത് ബ്ലാക്ക്, ഉള്ളിൽ ബ്ലാക്ക് ആയിട്ട്. ഇനി വരുന്നതിൻ്റെ നെക്സ്റ്റ് ലെയറായിട്ട് വരുന്നത് വൈറ്റാണ് എപ്പോഴും. അപ്പോൾ വൈറ്റ് വരുമ്പോൾ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുകയുള്ളൂ, ബാക്കി അത്രയും ഭാഗം പ്ലെയിനായിട്ട് വിടും. ഇനി വൈറ്റ് ആയതുകൊണ്ടും ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ആക്ടിവിറ്റിയോ ഒരു ഷെയ്ഡോ ഒന്നും പാടില്ല. അപ്പം നമ്മൾ ആ ഗ്രാഫ് നമ്മൾ വരച്ചിട്ടില്ലേ, ഇത് ഡിവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഗൈഡ് ലൈൻസ്. അപ്പം കണ്ടോ, ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അത് വെറും വൈറ്റ് മാത്രമായിട്ട് കൊടുക്കും. അപ്പം ആ ഒരു പാർട്ട് നമുക്ക് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ അടുത്തതാണ്. നമ്മൾ കൊടുത്തു. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഡാർക്ക് ബ്ലൂ എന്നുള്ള കളർ. ബേസിക് വരുന്ന ഈവിൾ ഐ ഇപ്പം നമ്മൾ വരയ്ക്കുന്നത് വരെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ലോക്കറ്റ്സിലോ നിങ്ങളുടെ ചെറിയ ചെറിയ ബീഡ്സൊക്കെ കിട്ടും ഇതേ തീമിൽ. അപ്പം അത് ഇത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളിതിപ്പോൾ ഒരു മണ്ഡലയുടെ ഒരു ഫോമിലേക്കാക്കി ചെയ്യുന്നത് കൊണ്ട് കുറച്ചധികം പ്രിൻ്റുകളും ഡിസൈൻസും ഒക്കെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കുള്ള ഈവിൾ ഐയുടെ സിമ്പിൾ ഇത് എത്ര ഉള്ളൂ. നമുക്ക് ചുമ്മാ വരച്ച് വയ്ക്കുന്നെങ്കിലൊക്കെ വരച്ച് വയ്ക്കാം. ബേസിക്കലി ഇതിൻ്റെ മീനിങ് പ്രൊട്ടക്ഷൻ ഫ്രം നെഗറ്റീവ്സ് ഓർ ഈവിൾസ് എന്നുള്ളതാണ്. ഇറ്റ് കുഡ് ബി എനിത്തിങ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലൊക്കെ ഇങ്ങനത്തെ സിമ്പിളുള്ള ആംഗ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഇടും. അതൊക്കെ കണ്ണും ദൃഷ്ടി, എസ്പെഷ്യലി ടാലൻറ്റഡ് ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ കണ്ണ് തെറ്റാതിരിക്കാൻ നമ്മൾ ചെയ്യാറുണ്ട്, ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ലൈനും കൂടെ വരയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ലെയറും കൂടെ വരച്ചിട്ട് ഞാൻ ഇനി അടുത്തത് പെൻസിൽ കൊണ്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. പെൻസിലിന് നമ്മളെങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മിഡ് പോയിൻ്റ് എടുക്കുക. ഈ മിഡെന്ന് ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ കൊണ്ടുവരും. ഒരു സ്ഥലത്ത് 2 സ്റ്റാർട്ട് വരണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു പ്രിൻ്റ് വരും. ഇനി അതിൻ്റെ നെക്സ്റ്റ് ലെയറും വരും. ഞാനപ്പോൾ ഇനി ഓരോ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യണം.
ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ, ഇത്രയും ഈ പ്രിൻ്റ് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വരുന്നത് ഇതിൻ്റെ ഉള്ളിലും പുറത്തും വർക്ക് വരുന്നുണ്ട്. അപ്പോൾ പുറത്ത് നമ്മൾ ഈ ഔട്ട്ലൈൻ ലെയർ ഇട്ടവിടെ ഒന്നും ചെയ്യില്ല, പകരം ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്തു, ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കും. നമ്മൾ അവിടെയൊക്കെ വേറെ കളേഴ്സ് യൂസ് ചെയ്യും, ലെയർ ബൈ ലെയർ ആയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ കൊടുക്കും, നമുക്ക് ഇത്രയും കിട്ടി. ഈ ആദ്യം ഒരു ട്രയാങ്കിൾ പോലെ, ട്രയാങ്കിൾ അല്ല, കുറച്ചിങ്ങനെ കേർവ് ചെയ്ത് വരുന്ന ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലീഫ് പോലത്തെ മോട്ടിഫ് വരച്ചു. അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൂടെ കൊടുത്തു. പിന്നെ ആ ഗ്യാപ്പ്, രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ ഓരോന്നിൻ്റെ ഉള്ള ഓരോ ലൈൻസ് വന്നിട്ടുണ്ടാവും. ആ ലൈൻസിൽ നിന്ന് വീണ്ടും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇവിടേക്ക് വെറുതെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ഒരു ലൈൻ ഇപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു ലൈൻ, ആ നമ്മൾ ഹാഫിന് ഒന്ന് ഇതാക്കി കൊടുക്കുന്നു. നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഇത്രയും ഭാഗത്തിൻ്റെ ഫില്ലിങ്സ് നോക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ലെയറിൽ നമ്മൾ കൊടുക്കുന്നത് വൈറ്റാണ്. ഈ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ഈ ഡബിൾ ലെയേഴ്സ് ഇല്ലേ, അതൊക്കെ വൈറ്റാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ കുറച്ച് പുറത്തേക്ക് വന്ന ബ്ലൂവിന് അത് മായ്ച്ചു കൊടുത്തത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് അങ്ങനെ നമ്മൾ പ്ലെയിൻ വൈറ്റായിട്ട് തന്നെ വെക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് നടുവിലത്തെ പോർഷൻ വരുന്നുണ്ടല്ലോ, രണ്ട് നടുവിലും ഇവിടെ ആയിട്ടല്ലേ വരുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല, കാരണം ഈ ഒരു പെർട്ടിക്കുലർ തീമിന് ഈ 3 കളേഴ്സ് തന്നെ യൂസ് ചെയ്യാം. ഇനീഷ്യലി ഞാൻ മണ്ഡല ചെയ്യുമ്പോൾ നിങ്ങളോട് സ്കെച്ചെല്ലാം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അറൗണ്ട് 12, ദിസ് ഇസ് 13th മണ്ഡല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പതുക്കെ സ്കെച്ച് ഉപയോഗം നിർത്തുക. ഈ മണ്ഡല എന്ന് പറയുന്ന ആർട്ട് ഫോമിന് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മെൻ്റൽ ഹെൽത്തുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് നന്നായി റിലാക്സ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മണ്ഡല പഠിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇത് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ പറയും സ്കെച്ച് പെന്ന് യൂസ് ചെയ്യേണ്ട, പക്ഷെ പകരം ബ്രഷ് പെന്ന് യൂസ് ചെയ്യാം, കളർ പെൻസിൽസ് യൂസ് ചെയ്യാം, കളർ പെൻസ് യൂസ് ചെയ്യാം, സ്കെച്ച് യൂസ് ചെയ്യേണ്ടെന്ന് പറയാനുള്ള കാരണം നമ്മളെപ്പോഴും സ്കെച്ച് നല്ല ഒന്ന് ബ്രൈറ്റായിട്ട് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് കളർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്രഷൻ അടിയിലത്തെ പേജിലും കൂടെ വരില്ലേ. അപ്പോൾ ലീവിങ് എ മാർക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്കെച്ച് മണ്ഡലയിൽ യൂസ് ചെയ്യുമ്പോൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു
നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴൊക്കെ മണ്ഡല ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷമം പോകുമെന്ന് പറയും. കാരണം ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ യുവർ കോൺസെൻട്രേഷൻ യു ഗിവിങ് ടു സംതിങ് എൽസ്, അതല്ലാതെ പോകുന്നതല്ല. സൈക്കോളജിക്കലി ടെല്ലിങ് ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. നമ്മൾ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ മാറും. ഇവൻച്വലി നമ്മൾ ആ വിഷമം എന്താണെന്നുള്ളതൊക്കെ മറന്നു പോകും. അല്ലെങ്കിൽ നമ്മളെ സംതിങ് മൈൻഡിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇത് ഒരു വലിയൊരു മണ്ഡല ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ്ലി മറന്നു പോകും. അല്ലെങ്കിൽ ആ കുറച്ച് നേരത്തേക്ക് ആ ഒരു മെൻ്റൽ പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടും. അതാണ് ബേസിക്കലി മണ്ഡല ചെയ്യുന്നതുകൊണ്ട് അവർ പറയുന്നത്. മെൻ്റൽ ഹെൽത്ത് ബാലൻസ് ചെയ്യാനും ഹെൽത്തി ബ്രെയിൻസിനും മണ്ഡല ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാൻ കാരണം, സ്കെച്ച് പെൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊരു കാര്യം ഓവർകം ചെയ്യാനാണോ മറക്കാനാണോ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു ഇംപ്രഷൻ താഴെ വരികയാണെന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവർ പറയുന്നത്. സോ അതുകൊണ്ടാണ് സ്കെച്ച് പെൻ യൂസ് ചെയ്യണ്ടെന്ന് അവർ പറയുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഞാൻ നിങ്ങളുടെ പ്രോൺസും കോൺസും പറഞ്ഞുതരും കേട്ടോ. ചെയ്യണ്ടെന്ന് അവർ പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. ഞാൻ ഒരിക്കലും അത് യൂസ് ചെയ്യരുത് എന്ന് പറയാറില്ല, ബ്ലണ്ടായിട്ട് പറയാം. നമുക്ക് അവൈലബിളായ സാധനം കൊണ്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്ത് ഞാൻ പറയാറില്ല. പക്ഷേ അവർ പറയുന്നതിൻ്റെ റീസൺ സ്കെച്ച് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും താഴത്തെ പേജിലോട്ട് മാർക്സ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ലീവിങ് ആൻ ഇംപ്രഷൻ എന്നുള്ളൊരു ലീവിങ് എ മാർക്ക് ബിഹൈൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അത് മണ്ഡലയിൽ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെൻസിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ സേഫാണ്, കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ മാർക്സ് ഒന്നും വരില്ലല്ലോ, പാച്ചസ് ഒന്നും വരില്ല. അത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മളപ്പോൾ ബ്ലൂ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മളിവിടെ ഈ ഒരു ലെയർ കൊടുത്തിട്ടില്ലേ, ആ ഒരു പെറ്റലിൻ്റെ ഫോമിൽ ട്രയാങ്കിൾസ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഇത് കൊടുക്കാം, ലൈറ്റ് കളർ ബ്ലൂ കൊടുക്കാം. ബേസിക്കലി ഈ 3 കോമ്പിനേഷൻ, ഈ 4 കോമ്പിനേഷൻ, ബ്ലാക്ക്, വൈറ്റ്, ഡാർക്ക് ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ, ഇത് മാത്രമായിരിക്കും നമ്മൾ ഇന്നത്തെ പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി പല തീംസിലും വരുന്നുണ്ട്, നല്ല രസമാണ്. പല തീംസിലും വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് ഒരു അസൈൻമെൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ 7 ചക്രാസ് ഓഫ് ലൈഫ് എന്നുള്ള കോൺസെപ്റ്റ്. അതെന്താണെന്ന് പറഞ്ഞു തന്നിട്ടും കൂടെ ഞാൻ ചെയ്തുതരാം. അത് നമ്മൾ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതൊരു 20 മണ്ഡലാസ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ആ അസൈൻമെൻറ്റ് ചെയ്യാം. 15 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു സ്റ്റാർട്ട് ഡ്രോയിങ് എ മണ്ഡല ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മണ്ഡല ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ 13 അല്ലേ ഇട്ടു, 2 കൂടെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആ അസൈൻമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റൗണ്ടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് പോകും. ഇത്രേ ഉള്ളൂ. ഇത് ഈ ഒരു പർട്ടിക്കുലർ ഗ്ലൂവോടുകൂടി ഈ സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഈ ഗ്യാപ്സ് അല്ലേ നമുക്ക് നെക്സ്റ്റ് ഫില്ല് ചെയ്യാം. ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയറാണ്. നെക്സ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ ഈ ഒരു സെഗ്മെൻ്റാണ് വരുന്നത്. നമ്മളിത് കംപ്ലീറ്റ്ലി ബ്ലാക്കിലേക്ക് ആക്കി കൊടുക്കും, കംപ്ലീറ്റ്ലി ഓൺ ബ്ലാക്ക്. അപ്പോൾ നമുക്കിനി ഇത് മൊത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുവരെ വരച്ചത് വരെയുള്ള ഫുൾ ലൈൻസ് കംപ്ലീറ്റ് ചെയ്ത്. ഇനി നമ്മളിതിൻ്റെ അടുത്ത ലെയറാണ് വരയ്ക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ
ഏകദേശം ഒരു സെൻറ്റർ എടുക്കുക. ഇവിടെ ഇങ്ങനെ സെൻറ്റർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒരു പോയിൻറ്റും നമുക്ക് വേണമെങ്കിൽ അതിന് ഒരു സിമ്പിൾ ലൈൻ, അതെല്ലാം ഒരു ഈക്വൽ ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വരച്ചില്ലേ, ഒരെണ്ണം വരച്ചിട്ട് ആ ഒരു സർക്കിൾ മാർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാം ഇതേ സൈസിൽ വേണമെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റർ ഏകദേശം ഇവിടുത്തെ സെൻറ്റർ കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, ഒരു ടേൺ ചെയ്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക, അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഒരു വളവ്, ഇങ്ങനെ ഒരു കിരീടം പോലെ തോന്നണം. അത് ഇങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്ത് ഇത് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് തോന്നുന്നു, ഏതൊരു മണ്ഡലയിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രിൻ്റ്. ഇപ്പോൾ ഓരോ ഡിസൈൻസും ഞാൻ യൂസ് ചെയ്യുന്ന ട്രിക്ക് ഒന്നായിരിക്കും ചെയ്യാൻ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓരോ ട്രിക്ക് വരും. ഒരു പർട്ടിക്കുലർ ഇത് വരച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ഇതിങ്ങനെയും വരയ്ക്കാമെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ ഒരു ടെക്നിക്ക് എല്ലാത്തിനും ഒരു സ്റ്റൈൽസ് കൊണ്ടുവരണം. അപ്പം നമുക്ക് കണ്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ലെയർ വന്നു. ഇനി നമുക്ക് അതിനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൂടെ കൊണ്ടുവരണം. ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുവന്നാൽ മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് ഇത്രയായി. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ ഗ്യാപ്പ് വരില്ലേ, ആ ഗ്യാപ്പും കൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പാണ് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ടാവും, ആ ഗ്യാപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഗ്യാപ്പും അതിൻ്റെ ഉള്ളിൽ 2 ഗ്യാപ്പും ഞാൻ കൊടുക്കും. ഇങ്ങനെ ഞാനിങ്ങനെ കൊടുത്തു. നെക്സ്റ്റ് ലൈനും അതിൻ്റെ ഉള്ളിലൊരു ലൈൻ. ഇത്രയും നമ്മൾ കൊടുക്കും. നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇടുന്ന ഒരു പൂക്കളത്തിൻ്റെ വൈബൊക്കെ നമുക്കിവിടെ കിട്ടും. ഇനി ഞാൻ ഇവിടെ എൻ്റെ ഈ അറ്റത്ത് ഞാൻ ഇത്തിരി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ആ ലൈന് കുറച്ച് കുറവാണ്, ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത്. യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ലെയറും കൂടി. ഇതിന് ഇനി ഒരു ടോട്ടൽ ഒറ്റ ലെയറേ ഉള്ളൂ. ആ ലെയർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിങ്ങനെ വരച്ചില്ലേ, ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു, എന്നിട്ട് ഈ അറ്റത്തേക്ക് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു മെഷർമെൻറ്റ് ഞാൻ ത്രൂ ഔട്ട് ഒന്ന് വരച്ചു കൊടുക്കാൻ പോവാം. ജസ്റ്റ് ഒന്ന് എല്ലാം ഈക്വലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു സർക്കിളും കൂടെ വരച്ചു. ഇനി ഞാൻ ഈ അറ്റത്തുനിന്ന് ഈ പോയിന്റിലേക്കാണ് വരിക. ഇങ്ങനെ
കൊണ്ടുവന്നു ഇങ്ങനെ കൊടുത്തു. ഈ പെറ്റലും ഈ മോട്ടിഫൊക്കെ നിങ്ങൾ നിറയെ പ്രാക്ടീസ് ചെയ്യണം വരയ്ക്കാൻ. കാരണം നമുക്കിനി പോയെ നമ്മൾ ട്രഡീഷണൽ പെയിൻറ്റിങ്സിലോട്ടൊക്കെ പോകും. ഇപ്പോൾ മണ്ഡലയൊക്കെ കഴിഞ്ഞ് കലംകാരി, മധുബാനി എന്നൊക്കെ പറഞ്ഞ പെയിൻറ്റിങ്സ് വരും. ആ പെയിൻറ്റിങ്സിലൊക്കെ ലീഫും ഫ്ലവേഴ്സൊക്കെ ഏകദേശം ഈ ഒരു മോഡലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എല്ലാ ആർട്ട് ഫോമിലും യൂസ് ചെയ്യുന്ന ഒരു മോട്ടിഫാണ്. മാക്സിമം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പേജിൽ നന്നായി വരച്ച് പഠിക്കുക. വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻസ് വേണമെങ്കിൽ ലൈൻസ് ഇടുക. ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിന് ലൈൻസ് ഇടുക. ഈ ലൈൻസിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ആണ് നെക്സ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബ്ലാക്കിലാണ് നമ്മൾ ഫില്ലിങ്സ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് റോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലെയർ നമ്മൾ വിടുക. ഈ ഒരു ലെയർ വിടുകയാണ്. അതെല്ലാം വൈറ്റ് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ലെയേഴ്സ് ഈ ഒരു പർട്ടിക്കുലർ ലെയർ, ഇത് നമ്മൾ ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. പതുക്കെ വരച്ചാൽ മതി. കാരണം എല്ലാം വരച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ചില സമയം കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം ഒരേ കളർ പാറ്റേൺ ത്രൂ ഔട്ട് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഓരോരോ ലെയറായിട്ട് വരയ്ക്കുക. എന്നിട്ട് കളർ ചെയ്തതിന് ശേഷം അടുത്തതിലേക്ക് പോയാൽ മതി. നിങ്ങൾക്കത് കുറച്ചുകൂടി ഈസിയാണ്. കളർ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. കാരണം നമുക്ക് ഇവിടെയൊക്കെ ഏകദേശം ഒരേപോലത്തെ മോട്ടിഫുകളും പ്രിൻറ്റും സെയിം ആണ്, കളേഴ്സും ഒരേ പാറ്റേണിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൺഫ്യൂഷൻ ആവണ്ടെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ഒരെണ്ണത്തിൽ നമ്മൾ ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ എന്നുള്ള ഒരു കോമ്പിനേഷനിൽ കൊടുക്കുക. ഇത്രയും ലെയറായി. ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പും ലെയറുമാണ് വരുന്നത്. അപ്പം ഈ ഒരു ഗ്യാപ്പും നമ്മൾ വൈറ്റ് തന്നെയാണ് വരുന്നത്, അവിടെ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. ഇനി അതിന് ഇപ്പുറത്തുള്ള ഈ ലൈനിലാണ് ഈ ഒരു മിഡ് വെയില്, അവിടെയാണ് നമ്മൾ ഈ ബ്ലൂവും അത് കഴിഞ്ഞിട്ടുള്ള ഈ ലെയർ, അത് ഈ ബ്ലൂവും കൊടുക്കുക. അവിടെ ഒരു കണ്ടിന്യൂഷൻ വരും, പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനെ കഴിയുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ സ്കൈ ബ്ലൂ കൊടുക്കും. ആദ്യം ഈ സ്കൈ ബ്ലൂ മൊത്തം കൊടുത്ത് ഫിനിഷ് ചെയ്യാം നമുക്ക്. അത്രയും അടുത്ത ലെയർ ഓഫ് ബ്ലൂ മൊത്തം കഴിയും. നെക്സ്റ്റ് നമുക്കതിൻ്റെ മുകളിലത്തെ ഡാർക്കർ ബ്ലൂ കൊടുക്കാം.
ഇത്രയായി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ലാസ്റ്റ് ലെയറാണ്. ലാസ്റ്റ് ലെയറിന് നമ്മൾ എഗെയിൻ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഒരു ലെയർ ഓഫ് ഇൻസൈഡും കൊടുക്കും. ഓക്കെ, ഇനി ഉള്ളിൽ 2 ലെയറും വരയ്ക്കും. മനസ്സിലായോ? ഇങ്ങനെ അടുത്തത് കൊടുക്കുക, ഉള്ളിൽ 2 ലെയർ കൊടുക്കുക. ഇങ്ങനെ ഇത്രയായി. ഇതാണ് നമ്മുടെ ഫൈനൽ ഡിസൈൻ വരിക. ഇനി നമുക്കിതിൽ ഫില്ലിങ് കൊടുക്കാനുള്ളതാണ്. നമുക്കപ്പോൾ താഴെന്ന് പോവാം. ഈ ഒരു പാർട്ട് വൈറ്റ് തന്നെ ആയിരിക്കും, ആ മെജോറിറ്റി വലിയൊരു ഭാഗം വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗമാണ്, ഇത് ബ്ലൂ വരും. ഇത് ബ്ലൂ, ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക്. അങ്ങനെ ഇവിടെ ബ്ലൂ, ഉള്ളിൽ ബ്ലാക്ക്. നിങ്ങൾക്ക് വിസിബിലിറ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണം. ഇൻസൈഡ് ബ്ലാക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് മൊത്തം കൊടുക്കാമെന്ന് വിചാരിക്കാം ക്വിക്കായിട്ട്. ഇനി അതിൻ്റെ താഴെ ബ്ലൂ ഉണ്ട്. കണ്ടോ, ആയില്ലേ? ഇനി നമുക്ക് വരുന്നത് ഫൈനലി ഒരു റൗണ്ടാണ് വരിക. ആ റൗണ്ടിൽ നമ്മൾ ഈ ബ്ലൂ കൊടുക്കും. നമ്മുടെ ഹോൾ ഈവൽ ഐ ചാമിൻ്റെ തീമിലുള്ള ഒരു മണ്ഡല റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചാർട്ട് പേപ്പറിലൊക്കെ വരച്ചിട്ട് വീട്ടിലൊക്കെ വയ്ക്കാം. ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകത പ്രൊട്ടക്ട് ഫ്രം ഈവൽ എന്നുള്ളതാണ്. യു ക്യാൻ സെർച്ച് ഇൻ ഗൂഗിൾ. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സിമ്പിൾ കിട്ടും. ഇത് പലവിടെയും നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ആ ഒരൊറ്റ ഇതാണ് ബേസിക്കലി ആ സിമ്പിൾ. ആ സിമ്പിളിനെ വെച്ച് നമ്മളൊരു മണ്ഡല ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ള മണ്ഡലം.